മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണി ഓഫീസിലെത്തുന്നുണ്ട്. എല്ലാ അധികാരവും ഏറ്റെടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി. അവിടെ ചെല്ലുമ്പോഴേ അവിടുത്തെ സ്റ്റാഫുകളൊന്നും ഉണ്ണീനെ കണ്ടിട്ട് എണീക്കുന്നൊന്നുമില്ല. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഒരു പുച്ഛം പോലെ. ഞാനിവിടെ കണ്ണേട്ടൻ ഇല്ലാത്തതിന് പകരം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. കണ്ണേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഞാനാണല്ലോ ഇതിൻ്റെ അധികാരമെല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് കണ്ണേട്ടൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ അധികാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണി വളരെ ദേഷ്യത്തോടു കൂടി എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആരും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ണി അവിടെ നിന്നും MD കസേരയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കസേരയിൽ ആരോ ഇരിക്കുന്നു. അങ്ങനെ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അനന്തു തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഉണ്ണി ഞെട്ടിപ്പോകുന്നുണ്ട്. ഉണ്ണി ചോദിക്കുന്നു, അനന്തേട്ടനാണോ ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നു. എന്താ അനന്തേട്ടൻ ഇവിടെ ഞങ്ങളുടെ ഓഫീസിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അതിനെന്താ ഇപ്പം എനിക്ക് ഓഫീസിൽ വരുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഉണ്ണി എന്താണ് ഇപ്പോൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ണീനെ ഏൽപ്പിച്ചിരിക്കുന്നത് കൺസ്ട്രക്ഷൻ കമ്പനിയല്ലേ, അതുകൊണ്ട് പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അതിനിപ്പോൾ എനിക്കെന്താ ഇവിടെ വരാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും മഹാലക്ഷ്മിയൊന്നും പിന്നെ ഇല്ലല്ലോ, ഇടത്തിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ അനന്തേട്ടൻ ഇവിടെ ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെക്കുറിച്ചെല്ലാം ഉണ്ണി വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നും ഏട്ടത്തി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അനന്തുവിന് ദേഷ്യം വരുന്നുണ്ട്. അനന്തു പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് സംസാരിക്കണം, നിൻ്റെ സംസാരം വഴിവിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നു, താൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്, താൻ ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് എന്നെ ഭരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയും അനന്തുവും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുന്നുണ്ട്. അതിനുശേഷം അനന്തു ഉണ്ണിയെ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. അങ്ങനെ ഉണ്ണി അവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴിക്ക് സ്റ്റാഫുകളെല്ലാം കൂടി ഉണ്ണിയെ കണ്ട് കളിയാക്കി ചിരിക്കുന്ന പോലെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും ഉണ്ണി പോവുകയാണ് നാണം കെട്ട പോലെ. പിന്നെ മോഹിനിയുടെ അടുത്ത് കരുണ എത്തിയിട്ടുണ്ട്. അങ്ങനെ കരുണയുടെ റൂമിലോട്ട് ചെല്ലുമ്പോഴേക്കും ആ റൂം ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ റൂം ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതെന്താണെന്ന് അറിയില്ല മോളെ, അത് മുത്തശ്ശിയോ അച്ഛനോ ആരെങ്കിലും ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നതായിരിക്കും, മോളുടെ സ്വർണ്ണങ്ങളൊക്കെ അതിനകത്തുണ്ടല്ലോ, അതുകൊണ്ടെങ്ങാനും ലോക്ക് ചെയ്തതായിരിക്കും എന്ന് പറയുന്നു. പക്ഷേ മോഹിനിക്ക് സംശയമുണ്ട്, അതിനകത്തായിരിക്കും മഹാലക്ഷ്മി ഇരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും മോളായിരിക്കും അകത്തു നിന്നത് കുട്ടിയിട്ടിരിക്കുന്നതെന്ന് മോഹിനിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങനെ മോഹിനി പേടിച്ച് ഇങ്ങനെയെല്ലാം കരുണയോട് പറയുന്നുണ്ട്. പക്ഷേ കരുണയ്ക്ക് ഇതൊരു വിശ്വാസക്കുറവ് പോലെ. അങ്ങനെ കരുണ താഴോട്ട് വരുന്നുണ്ട്. അങ്ങനെ കരുണയ്ക്ക് ആഹാരം വിളമ്പി കൊടുത്ത സമയത്ത് അങ്ങോട്ട് മുത്തശ്ശി വിളിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, അമ്മയുടെ അടുത്തുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എൻ്റെ റൂം എന്താണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. മുത്തശ്ശി പറയും, ഞാൻ പൂട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ പ്രതാപനോടും ചോദിക്കുന്നു. പ്രതാപൻ പറയുന്നു, ഞാനും പൂട്ടിയിട്ടില്ല എന്ന് പറയുന്നതാണ്. അങ്ങനെ വീണ്ടും അങ്ങോട്ട് കരുണ പോകുന്നുണ്ട്. അതിൻ്റെ പിറകെ മോഹിനി പോകുന്നു. അങ്ങനെ പെട്ടെന്ന് കരുണയ്ക്ക് മുറി തുറക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ റൂം തുറന്ന് അത് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ മഹാലക്ഷ്മിയൊന്നും കാണുന്നില്ല കേട്ടോ. അന്നേരം മോഹിനിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. മഹാലക്ഷ്മി അവിടെ നിന്നും എങ്ങോട്ടോ മാറിയിട്ടുണ്ടെന്ന് മോഹിനിക്ക് മനസ്സിലായി. അങ്ങനെ മോഹിനി വളരെ സമാധാനത്തോടുകൂടി നിൽക്കുകയാണ്. പിന്നീട് കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്ന മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഇവിടെ ഇനി എങ്ങനെ നിൽക്കുമെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നു, അതിനിവിടെ 2 പേരുണ്ടല്ലോ, അവരെ നമുക്കൊന്ന് പേടിപ്പെടുത്താമെന്ന് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും കിടന്നുറങ്ങുന്ന റൂമിലോട്ട് 2 പേര് വെവ്വേറെ റൂമുകളിലാണ് കിടന്നുറങ്ങുന്നത്. ആ സമയം മുത്തശ്ശിയുടെ അടുത്തോട്ടും പ്രതാപൻ്റെ അടുത്തോട്ടും മഹാലക്ഷ്മി ചെല്ലുന്നുണ്ട്. അത് കണ്ട് 2 പേരും ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഈ വിവരമെല്ലാം പ്രതാപനും മുത്തശ്ശിയും വൈദ്യനോട് പറയുന്നുണ്ട്. അങ്ങനെ വൈദ്യൻ പറയുന്നുണ്ട്, പതിവ്രതയായ ഒരു പെണ്ണിനെ ക്രൂരമായി കൊന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ ആത്മാവ് ഭൂമിയിൽ നിന്നും വിട്ടുപോകില്ല, അത് ഏത് മന്ത്രവാദിയെ കൊണ്ടും സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏത് രക്ഷ കെട്ടിയാലും അവരെ ഉപദ്രവിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. പക്ഷേ വൈദ്യൻ ഇവരുടെ മുഖം കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. പക്ഷേ വൈദ്യൻ ഇവരുടെ അടുത്തൊന്നും തുറന്നു പറയുന്നില്ല.